ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളാണ് ശരത്ത് നൽകിയതെങ്കിൽ ഇന്ന് വയനാട്ടിൽ യാചനാ സമരം ഉൾപ്പെടെയാണ് കണ്ടത്. കരിദിനം ആചരിക്കുന്ന കർഷകരെയും നമ്മൾ കണ്ടു. ഇക്ബാൽ അറക്കലാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഇക്ബാൽ, സംസ്ഥാനത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന പാലക്കാട് വളരെയധികം ബുദ്ധിമുട്ടാണ് കർഷകർ അനുഭവിക്കുന്നത്. അവർ ഇന്ന് കരിദിനമായി തന്നെ ആചരിക്കുന്നു, പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രിമാരൊക്കെ ആ പ്രതിഷേധത്തെ പോലും തള്ളിക്കളയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് കർഷകർക്ക് പറയാനുള്ളത്? വിനീത, സംസ്ഥാനത്ത് നെൽകർഷകരിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭരണ തുക ലഭിക്കാനുള്ളത് പാലക്കാടാണ്. ഏകദേശം ഇനിയും 28,000-ഓളം കർഷകർക്കാണ് അവരുടെ കയ്യിൽ നിന്ന് സർക്കാർ കൊണ്ടുപോയിട്ടുള്ള നെല്ലിൻ്റെ തുക കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമാവുന്നു. മാർച്ച് മാസത്തിൽ കൊയ്തു കൊണ്ടുപോയ നെല്ലിൻ്റെ തുക ചോദിച്ചാണ് കർഷകർ ഇന്ന് ഈ കർഷക ദിനങ്ങളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട്, ആഘോഷ പരിപാടികളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് അവർക്ക് ഈ വഞ്ചനാ ദിനവും കരിദിനവും എല്ലാം ആചരിക്കേണ്ടി വന്നത്. കെട്ടിതാലി പണയം വെച്ചുള്ള പ്രതീകാത്മക സമരങ്ങൾ ഉൾപ്പെടെ ഇന്ന് കർഷകർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ മന്ത്രിമാർ രംഗത്തേക്ക് എത്തുമ്പോൾ ആ കർഷകർ തന്നെ, പ്രതിഷേധിച്ചുള്ള കർഷകർ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾ ഇന്ന് ഈ ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങളെല്ലാം നടത്തിയത് എന്തൊക്കെയോ പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോൾ കൃഷിമന്ത്രി ആണെങ്കിലും ധനമന്ത്രി ആണെങ്കിലും അറിയിച്ചത്. അങ്ങനെയാണോ? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ? ഞങ്ങൾക്ക് യാതൊരുവിധ ലക്ഷ്യവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതൽ കൊടുത്തതിൻ്റെ പൈസ കിട്ടണം. കഴിഞ്ഞ 2-3 വർഷക്കാലം ഞങ്ങൾ സമരം നടത്തിയല്ലോ. യാതൊരു ലക്ഷ്യം. അന്നൊന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സമരം എന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ടോ? ഈ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിലെ സുനിൽകുമാർ മന്ത്രി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു വന്നല്ലോ. അതിനുശേഷം വന്ന പിണറായി മിനിസ്റ്റർ 1 വർഷം നല്ല രീതിയിൽ വന്നല്ലോ. അതിനുശേഷമാണ് പ്രശ്നം തുടങ്ങിയത്. ആ കാലത്തെല്ലാം അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം തന്നല്ലോ. അതിനുശേഷം ഒരു പിണറായി സർക്കാർ, 2ാം സർക്കാർ വന്ന ശേഷം 1 വർഷം കഴിഞ്ഞതും പ്രശ്നം തുടങ്ങി. ഞങ്ങൾ സമരത്തിലായി. 98 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തുകയെല്ലാം കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ മന്ത്രിമാർ? ഇല്ല, ഇന്ന് കാലത്താണ് 98 കോടി ഉറുപ്പിൻ്റെ അറിയിപ്പ് പത്രത്തിൽ വന്നത്. അത് ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് അലോട്ട്മെന്റ് പോയെന്നുള്ള അറിയില്ല. ഇനി പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ PRS വായ്പാ സംവിധാനത്തിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ക്ഷണിക്കും. ഇന്ന ദിവസം വരെയുള്ള PRS അംഗീകരിച്ചു. അന്ന് ക്ഷണിക്കുന്ന പ്രകാരം ഞങ്ങൾ പോകാറുള്ളൂ. പോയി നമ്മൾ അപേക്ഷ കൊടുക്കും, 12ഓളം ഒപ്പിട്ട് കൊടുക്കും. നമ്മുടെ വായ്പയാണ് തരുന്നത്. ഇന്ന് അക്കൗണ്ടിൽ കയറി എന്നുള്ളത് വെറും അപാസ്യമായിട്ടുള്ള പ്രചരണമാണ്. രാഷ്ട്രീയ ലക്ഷ്യം തിരഞ്ഞെടുപ്പും ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ സമരത്തിന് ഇറങ്ങിയെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഒക്കെ കോലം കത്തിച്ചൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ഒരു കാരണവശാലും രാഷ്ട്രീയ ലക്ഷ്യം പറയുന്നത് തീരവില്ല. അത് വെറുതെ മന്ത്രി വായി തോന്നിയത് പറയുന്നല്ലാതെ യാതൊരുവിധ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് പ്രതിഷേധം നടത്തിയത്. കൃഷിക്കാരുടെ കണ്ണീരാണ് ഇന്ന്. അതുകൊണ്ടാണ് കർഷക ദിനം. എത്ര രൂപ കിട്ടാൻ? എനിക്ക് 3.25 ലക്ഷം റുപ്യ കിട്ടാൻ. എത്ര കിട്ടാണ്? എനിക്ക് 4.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. എനിക്ക് 3 ലക്ഷം കിട്ടാനുണ്ട്. എനിക്ക് 2.5 ലക്ഷം. ഈ തുകയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രതിഷേധം. നമ്മൾ കർഷകർ പറഞ്ഞ തുകയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊടുത്ത ബില്ല് 6 മാസം 7 മാസം വെയിറ്റ് ചെയ്തിട്ട് കർഷകരുടെ അവസ്ഥയൊന്ന് ഗവൺമെന്റ് മനസ്സിലാക്കണത്. അതാണ് പറയാനുള്ളത്.